നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. രണ്ടാം പകുതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റൂളിൽ വന്നിട്ട് നെയ്മർ ജൂനിയർ ഇടതുപാർശ്വത്തിലൂടെ ഒരു നീക്കം നടത്തിയിട്ട് കിഡിലിനൊരു അസിസ്റ്റ് അങ്ങ് കൊടുത്തു. റോണി അത് വലയിലേക്ക് അനായാസം എത്തിച്ചു. ആ ഒറ്റ ഗോളിന് കോപ്പ ഡു ബ്രസീലിൻ്റെ റൗണ്ട് ഓഫ് 16 റമോയെ മറികടന്നുകൊണ്ട് ഇതാ സാന്റോസ് ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. രണ്ടാം പാദ മത്സരമായിരുന്നു ഇത്. ആദ്യ പാദ മത്സരം ഗോൾ രഹിതമായിരുന്നു. രണ്ടാം പാദത്തിൽ ഏകപക്ഷീയമായ ഒറ്റ ഗോളിന് സാന്റോസ് ജയിച്ചിരിക്കുന്നു. റമോയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ നെയ്മർ ജൂനിയർ ആദ്യ 11 ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ബെഞ്ചിലായിരുന്നു. ഗാബിഗോളും ബഴിയിലും ബൊൻഡംബോയും കബയേറോയുമാണ് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11 ഇറങ്ങിയത്. കളിയിൽ സാന്റോസ് ആധിപത്യം പുലർത്തിയെങ്കിലും ഗോൾ വരുന്നുണ്ടായിരുന്നില്ല. 28ാമത്തെ മിനിറ്റിൽ കബയേറോയെ ഫൗൾ ചെയ്തതിന് മാർലോണിന് റെഡ് കാർഡ് കിട്ടിയതോടെ റെമോ 10 പേരായിട്ട് ചുരുങ്ങി. എന്നിട്ടും പക്ഷേ ആദ്യ പകുതിയിൽ ഉണ്ടായിരുന്ന ആധിപത്യം ഗോളാക്കി മാറ്റാൻ സാന്റോസിന് കഴിഞ്ഞില്ല. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ബൊൻഡംബോയെ പിൻവലിച്ചുകൊണ്ട് നെയ്മർ ജൂനിയറെ കോച്ച് കൂക്ക കളിക്കളത്തിലേക്ക് വിട്ടു. അതോടുകൂടി സാന്റോസിൻ്റെ മുന്നേറ്റങ്ങൾക്ക് കുറച്ചുകൂടി ഗതിവേഗം കൈവന്നു. 74ാമത്തെ മിനിറ്റിലാണ് ഇടതുപാർശ്വത്തിലൂടെ നെയ്മർ ജൂനിയർ ബോൾ പിടിച്ചെടുത്തുകൊണ്ടൊരു കുതിപ്പ് നടത്തിയത്. അദ്ദേഹം പെനാൽറ്റി ബോക്സിലേക്ക് കടക്കുമ്പോൾ ഡിഫൻഡർ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിമനോഹരമായിട്ട് തളികയിൽ എന്ന വണ്ണം റോണിക്ക് അദ്ദേഹം ആ ബോൾ നീട്ടിക്കൊടുത്തു. റോണി അത് അനായാസം വലയിലേക്ക് എത്തിക്കുക കൂടി ചെയ്തപ്പോൾ സാന്റോസ് ലീഡെടുത്തു. വീണ്ടും അവസരങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ പന്ത് വലയിലേക്ക് എത്തിക്കാൻ അതിനുശേഷം സാന്റോസിന് കഴിഞ്ഞില്ല. ഏതായാലും ഏകപക്ഷീയമായ ഒറ്റ ഗോളിൻ്റെ ജയത്തോടുകൂടി സാന്റോസ് ഇതാ കോപ്പ ഡു ബ്രസീലിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.